ഹായ് ഫ്രണ്ട്സ്, രാകേഷ് ശ്രീനിവാസൻ റീഡേഴ്സ് ആൻഡ് വ്യൂസിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ കാഴ്ചകളാണ്. താജ്മഹലിൻ്റെ കാഴ്ചകളെന്ന് പറയുമ്പോൾ ഞെട്ടുകയൊന്നും വേണ്ട, കാരണം ഇത് കരുനാഗപ്പള്ളിയുടെ താജ്മഹലിനെ കുറിച്ചുള്ള കാഴ്ചകളാണ്. ആഗ്രയിലെ താജ്മഹലിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ കരുനാഗപ്പള്ളിക്കാർക്ക് പ്രധാനപ്പെട്ടതാണ് ഈ താജ്മഹൽ പള്ളി. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ദക്ഷിണ കേരളത്തിലെ വളരെ മനോഹരമായിട്ടുള്ള പള്ളിയാണ് ഈ താജ്മഹൽ പള്ളി. അന്നേരം ഈ താജ്മഹൽ പള്ളിയിലേക്ക് നമ്മൾ യാത്ര പോകുന്നത് 7 മണി കഴിയുമ്പോഴാണ്, രാത്രി സന്ധ്യ കഴിഞ്ഞ്. കാരണം മുൻപ് വന്നിട്ടുള്ള വീഡിയോകളിലെല്ലാം പകൽ ദൃശ്യങ്ങളായിരുന്നു ഈ താജ്മഹൽ പള്ളിയുടെ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രാത്രിയിലെ മനോഹര ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ലൈറ്റ് വെട്ടത്ത് വെണ്ണക്കൽ കൊട്ടാരം പോലെ തിളങ്ങുന്ന ഈ ലൈറ്റ് വെട്ടത്ത് വെണ്ണക്കൽ കൊട്ടാരം പോലെ തിളങ്ങുന്ന ഈ പള്ളിയെ കാണുവാൻ എത്ര സന്തോഷകരമായിട്ടുള്ള അനുഭൂതിയാണ് നമുക്ക് തരുന്നത്. സന്തോഷകരമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. കാരണം രാത്രിയിൽ വന്ന് നിങ്ങൾ നോക്കുക, ഈ ലൈറ്റ് വെട്ടത്തിൽ കുളിച്ച് നിൽക്കുന്ന ഈ പള്ളിയും പള്ളിയുടെ പ്രദേശങ്ങളും വഴിയോര കച്ചവടക്കാരും അവരുടെ ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് മികച്ച ഒരു അനുഭവം നമുക്ക് നൽകും എന്നത് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഏവരും രാത്രിയിലേക്ക് വന്ന് കാഴ്ചകൾ കാണുക. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ നിരവധി തീർത്ഥാടകരായിട്ടുള്ളവരും കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ളവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരും നിരവധി പേരുണ്ട്. അന്നേരം ഈ വഴിയോര കച്ചവടക്കാരും അവരുടെ സാധനങ്ങളും എല്ലാം തന്നെ നമുക്ക് ദൃശ്യ അനുഭൂതി നൽകുന്നതാണ്. ഈ പള്ളിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്ക് പുറമെ അവിടുത്തെ ആരാധനാലയത്തിനോട് അനുബന്ധിച്ചുള്ള കച്ചവട സ്ഥാപനങ്ങളുമുണ്ട്. അവിടുത്തെ നേർച്ചയ്ക്ക് ആവശ്യമുള്ള കടകളുണ്ട്. ഇതെല്ലാം തന്നെ അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അന്നേരം ഏവരും ഇവിടെ വന്ന് കാഴ്ചകൾ കാണാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. ഈ പള്ളിയുടെ ചരിത്രം ഒന്ന് നമ്മൾ ചെറിയ രീതിയിലൊന്ന് പറയുകയാണെങ്കിൽ, കരുനാഗപ്പള്ളിയുടെ ചരിത്രവുമായി തന്നെയാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുള്ള കരുനാഗപ്പള്ളി ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഈ കരുനാഗപ്പള്ളി ഈ ചരിത്രം ഒന്ന് തുടങ്ങുന്നത് തന്നെ ആയി രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു. കരുനാഗപ്പള്ളിയുടെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ അത് ഓടനാടിൻ്റെ ഭാഗമായും അതിനുശേഷം തിരുവിതാംകൂറിൻ്റെ ഭാഗമായും നിലനിന്നിരുന്നു. അന്നേരം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഉള്ള സമയത്താണ് ഈ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ട് മാറിയത്. അന്നേരം കരുനാഗപ്പള്ളി രാജാവിൻ്റെ തലസ്ഥാനവും താമസവും മരുതൂർക്കുളങ്ങരയായിരുന്നു. മരുതൂർക്കുളങ്ങര ഒരു നാട്ടുരാജ്യമായിരുന്നു പണ്ട്. അന്നേരം മരുതൂർക്കുളങ്ങരയിലായിരുന്നു ഇതിൻ്റെ തലസ്ഥാനവും ഉണ്ടായിരുന്നത്. പക്ഷേ കച്ചേരി എന്നത് സ്ഥിതി ചെയ്യുന്നത് ഈ പുതിയാവിലെ നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷൻ KCB സബ്സ്റ്റേഷൻ്റെ പുറകിലും ആ തരംഗം തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്തുമായിട്ടായിരുന്നു, അതിന് പുറകിലായിട്ടായിരുന്നു. അന്നേരം നിരവധി ആൾക്കാർക്ക്, ആ പ്രദേശത്തുള്ളവർക്ക് പോലും ഇപ്പോഴും അറിവുണ്ടാകുന്നില്ല. ഈ കോയിക്കൽ കൊട്ടാരത്തെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. കാരണം ചരിത്രപരമായിട്ടുള്ള ശേഷിപ്പുകൾ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചരിത്രം പുതിയ തലമുറയ്ക്കോ അല്ലെങ്കിൽ അതിനുള്ള പഴമയുള്ള ആൾക്കാർക്ക് പോലും അറിയപ്പെടാതെ പോകുന്നത്. ആ ചരിത്ര ശേഷിപ്പുകൾ വീണ്ടെടുത്ത് ഈ കരുനാഗപ്പള്ളിയുടെ ചരിത്രവുമായി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും പുതിയ തലമുറയ്ക്ക് ഉണ്ടാകാൻ സാധിക്കുന്നതെന്ന് ഈ അവസരത്തിലൊന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചരിത്രത്തിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ കായംകുളം രാജാവ് കരുനാഗപ്പള്ളി കീഴടക്കിയിരുന്നു. അന്നേരം കരുനാഗപ്പള്ളി കീഴടക്കിയ സമയത്ത് പുതിയാവിൽ തന്നെയായിരുന്നു കൊട്ടാരവും നിലനിന്നിരുന്നത്. അന്നേരം തിരുവിതാംകൂറിൽ കൂടെ ചേർക്കപ്പെട്ട സമയത്ത് തന്നെ മാർത്താണ്ഡവർമ്മ ഈ നാടുവഴിക്കാണ് ഈ ചുങ്കം പിരിക്കാനും മറ്റുള്ള അധികാരങ്ങളും എല്ലാം ഈ സമയത്ത് നൽകിയിരുന്നത്. അന്നേരം അദ്ദേഹമാണ് ഇതെല്ലാം നോക്കി നടത്തിയിരുന്നത് എന്ന് നമ്മുടെ ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. അന്നേരം അത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇദ്ദേഹം ഈ നാടുവാഴി ഈ കോയിക്കൽ കൊട്ടാരവും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം വിറ്റ് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ കുടുംബത്തേക്ക് നെടുമങ്ങാട്ടേക്ക് യാത്ര പോയി. അന്നേരം ഇവിടുത്തെ ഉള്ള എല്ലാം വിറ്റതിന് ശേഷം അദ്ദേഹം പോവുകയാണ് ചെയ്തത്.
അന്നേരം അതിനു മുമ്പ് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏവർക്കും അറിയാവുന്ന അലി ഹസൻ ഷെയ്ഖിൻ്റെ വരവും അതിനോടനുബന്ധിച്ചുള്ള നമുക്ക് നൽകിയിട്ടുള്ള അനുഭവങ്ങളും കഥകളും ചരിത്രങ്ങളും എല്ലാം. അതെല്ലാം നമുക്കെല്ലാം അറിവുള്ളതാണ്. ആ അലി ഹസൻ ഷെയ്ഖിന് രാജാവ് സ്നേഹ സമ്മാനമെന്നോ ദാനമായിട്ടോ ഒക്കെ കൊടുത്തതാണ് ഇന്ന് കാണുന്ന ഈ സ്ഥലം. എന്നുവെച്ചാൽ അന്ന് ആ അലി ഹസൻ ഷെയ്ഖിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം കൊണ്ടും എളിമ കൊണ്ടും വിനയം കൊണ്ടും എല്ലാം ആ രാജാവിന് പ്രീതിയാവുകയും അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും അന്നേരം ആ ഉന്നയിച്ച ആവശ്യം രാജാവ് ഉടനടി അനുവദിച്ച് നൽകുകയും ചെയ്തു. ആ സ്ഥലമാണ് ഒരു ചെറിയ പള്ളി എന്ന രീതിയിൽ. കരുനാഗങ്ങളുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. കരുനാഗങ്ങളുടെ കൂടെയുള്ള ഒരുപാട് സ്ഥലമായിരുന്നു. അന്നേരം ആ സ്ഥലമാണ് കൊടുത്തിരുന്നത്. അന്നേരം അതെല്ലാം ഒഴിവാക്കി ഈ ഒരു ചെറിയ പള്ളി പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപിക്കുകയും പിന്നീട് ഇന്നത്തെ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്തത്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ദൃശ്യ സൗന്ദര്യമാണ് നമുക്ക് നൽകുന്നത്. ഈ കാഴ്ച കാണുക, കാഴ്ചയിലെ സൗന്ദര്യം ആസ്വദിക്കുക എന്നതൊക്കെ തന്നെ ജീവിതത്തിലെ വിലപ്പെട്ട അനുഭവങ്ങളാണ് നമുക്ക് ഏവർക്കും സമ്മാനിക്കുന്ന. നമ്മുടെ നിത്യജീവിതത്തിലെ ചില കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഈ ദൃശ്യാവിഷ്കാരത്തിലൂടെ നമുക്ക് മാറിക്കിട്ടുന്നതാണ് താൽക്കാലികമായെങ്കിലും. അന്നേരം ഇതെല്ലാം സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ കാഴ്ചക്കാർ, ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എല്ലാം തന്നെ നമ്മുടെ കമൻറ്റായി നൽകുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള വീഡിയോകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കത്തുള്ളൂ. അന്നേരം ഈ റീഡേഴ്സ് ആൻഡ് വ്യൂസിൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ വശങ്ങളും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെയ്യണമെന്ന് പറയുകയാണ്. ഇനിയും വരുന്ന വിശേഷങ്ങളുമായി വീണ്ടും നിരവധി കാഴ്ചകൾ കരുനാഗപ്പള്ളിയിൽ തന്നെ ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, കേരളത്തിലുണ്ട്. അന്നേരം ഇതെല്ലാം നമുക്ക് പകർത്തി ഈ ചാനലിലൂടെ നമുക്ക് വ്യൂ ചെയ്യാം. അതായത് നമുക്കെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യാം, ഒരുമിച്ച് സഞ്ചരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഈ ആദ്യാവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ ആസ്വദിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക്, അടുത്ത ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് നമുക്ക് കാണാം. അതുവരെ സീ യു. നമ്മളിന്ന് കാണുന്ന ഈ താജ്മഹൽ പള്ളി അഥവാ അലി ഹസൻ ഷെയ്ഖുമാരുടെ പള്ളി, ഇവിടുത്തെ പ്രത്യേകത തന്നെ 11 കബറിടങ്ങളാണ്. ആ 11 കബറിടങ്ങളിൽ ആരാധനയ്ക്കായി എത്തുന്ന നിരവധി വിശ്വാസികളെ നമ്മൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ആ 11 കബറിടങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ആയിട്ടുള്ള ആചാരക്രമങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായി നമുക്ക് ഉൾക്കൊള്ളാനും അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. അന്നേരം പറഞ്ഞു വന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങൽ എന്നതുപോലെ തന്നെയാണ് നമ്മുടെ മതപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലും നമുക്ക് ഈ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്നത്. അന്നേരം നാനാ ജാതി മതസ്ഥർ അധിവസിക്കുന്ന നമ്മുടെ നാട്ടിൽ ജാതിഭേദം ഭന്യേ ഏവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ പോയി വരാൻ ഒരിടം, ആസ്വദിക്കാനൊരിടം, പ്രാർത്ഥിക്കാനൊരിടം, അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള ഒരു പള്ളിയാണ്. നമ്മുടെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജനങ്ങൾ ഈ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അത് തന്നെയാണ് നമുക്ക് സ്വർഗമായി തീരുകയും ചെയ്യുന്നത്. അന്നേരം ഈ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ പള്ളിയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഏത് കാഴ്ചയിൽ നിന്ന് നോക്കിയാലും, ഏത് രീതിയിൽ നിന്ന് നോക്കിയാലും നമുക്ക് പള്ളിയുടെ മനോഹരമായിട്ടുള്ള അലങ്കാര പണികൾ ആസ്വദിക്കാൻ സാധിക്കും, അവയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അന്നേരം എല്ലാവരും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക.